ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. കഴിഞ്ഞ ആഴ്ച, അതായത് ആഗസ്റ്റ് മാസം 18-ാം തീയതി മുതൽ ഇന്ന് വരെ ആഗസ്റ്റ് മാസം 24-ാം തീയതി വരെ OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏകദേശം 30ഓളം സിനിമകളും സീരീസുകളാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് OTT റിലീസ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം നമുക്ക്. അതിലൊന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു ഹൊറർ ഡ്രാമ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ഡാംഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈം അതുപോലെ തന്നെ ആപ്പിൾ TV പ്ലസ് എന്നീ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത മലയാളത്തിലുള്ള ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് സൂത്രവാക്യം എന്ന് പറയുന്ന സിനിമ. വിൻസി അലോഷ്യസും ഷാൻറ്റോ ജോക്കോ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോമിൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ആമസോൺ പ്രൈമിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. തെലുങ്ക് ഭാഷയിൽ ETV ഈ സിനിമ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അടുത്ത സിനിമ എന്നുള്ളത് ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ മാപ്പ് ദാറ്റ് ലീഡ്സ് ടു യു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ദ ട്വിസ്റ്റഡ് ടെയിൽസ് ഓഫ് അമാൻഡെ നോക്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ഈ ഒരു സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത മലയാളത്തിൽ റിലീസ് ചെയ്ത ഡ്രാമ ഫാൻറ്റസി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് പെരുമാനി എന്ന് പറഞ്ഞ സിനിമ. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആണ്. വിനയ് ഫോർട്ട്, സണ്ണി വെയിൻ, ലുക്മാൻ എന്നിവരൊക്കെയാണ് സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അടുത്ത സിനിമ ഒരു റൊമാൻറ്റിക് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ജർമ്മൻ മൂവിയാണ്. ഫാൾ ഫോർ മീ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജർമ്മൻ, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. ഹോസ്റ്റേജ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സീരീസ് ഇംഗ്ലീഷ് ഭാഷയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന തായ് മൂവിയാണ്. ഗോൾഡ് റഷ് ഗ്യാങ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ തായ് ഭാഷയിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് F1 ദ മൂവി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തൊരു റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. നമ്മുടെ വിജയ് സേതുപതിയും നിത്യാമേനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തലൈവൻ തലൈവി എന്ന് പറഞ്ഞ സിനിമ ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ റെന്റ് ഓപ്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഫാത് ഫാസിലും വടിവേലൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തമിഴ് ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് മാരീസ് എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു മലയാളത്തിൽ റിലീസ് ചെയ്തൊരു ഡ്രാമ റൊമാൻറ്റിക് ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ധീരൻ എന്ന് പറഞ്ഞ സിനിമ. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി ഹൊറർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് കാജോളൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത മാ എന്ന് പറഞ്ഞ സിനിമ. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. രാജ്കുമാർ റാവു ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത മാലിക് എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈമിലാണ് ഇപ്പോൾ റെന്റ് ഓപ്ഷനിൽ ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കോമഡി ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ഈനി മീനി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു സിനിമ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇംഗ്ലീഷ് ഭാഷയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത നമ്മുടെ കൊറിയൻ ലാലേട്ടൻ ഡോൺലി പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഹൊറർ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ മൂവിയാണ് ഹോളി നൈറ്റ് ഡെമോൺ ഹണ്ടേഴ്സ് എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഡ്രാമ റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ഹോട്ട് മിൽക്ക് എന്ന് പറഞ്ഞ സിനിമ. മുബി OTT പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്തൊരു സീരീസാണ് സയൻസ് ഫിക്ഷൻ ഫാൻറ്റസി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്നൊരു ഇംഗ്ലീഷ് സീരീസാണ് ഇൻവാഷൻ എന്ന് പറഞ്ഞ സീരീസിൻ്റെ 3ാമത്തെ സീസണാണ്. ആപ്പിൾ TV പ്ലസിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ് കപട നാടക സൂത്രധാരി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിലാണ് കന്നഡ ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ് കൊതപ്പല്ലിലോ ഒക്കപ്പുടു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷയിൽ ആഹാ തെലുങ്കിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ അഡ്വഞ്ചർ സയൻസ് ഫിക്ഷൻ ഫാൻറ്റസി ഡ്രാമ വിഭാഗത്തിൽ ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ് പേസ് മേക്കർ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. 2ാമത്തെ സീസണാണ്. DC-യുടെ സീരീസ് ആണ്. ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി ഭാഷകളായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സിനിമ ഈ ഒരു സീരീസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ് പേരൻപും പെരുങ്കോപമും എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴിലാണ് ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ് സഞ്ജു വെഡ്സ് ഗീത 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. കന്നഡ ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്ത മലയാളത്തിൽ റിലീസ് ചെയ്തൊരു ഡ്രാമ റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ശാന്തമി രാത്രിയിൽ എന്ന് പറയുന്ന സിനിമ. മലയാളം മാക്സിൽ ഈ ഒരു സിനിമ ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്ത ആൻസൺ പോൾ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ക്യാമ്പസ് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയാണ് താൾ എന്ന് പറയുന്ന സിനിമ. 2023 റിലീസ് ചെയ്ത സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. അടുത്തൊരു ഇൻ്റർനാഷണൽ സയൻസ് ഫിക്ഷൻ ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ദ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന സിനിമ. ആമസോൺ പ്രൈം, ബുക്ക് മൈ ഷോസ് എന്നീ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കന്നഡ മൂവിയാണ് നിമ്മ വാസ്തു ഗലികെ നീവേ ജവാബ് ദാരു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ കന്നഡ ഭാഷയിൽ മാത്രമായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത റൊമാൻറ്റിക്
ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ് കണ്ണീര എന്ന് പറഞ്ഞ സിനിമ. ടെൻറ്റുകോട്ട OTT പ്ലാറ്റ്ഫോമിൽ തമിഴ് ഭാഷയിലും ആമസോൺ പ്രൈമിലും മലയാളം ഭാഷയിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കൊറിയൻ സയൻസ് ഫിക്ഷൻ ഫാൻറ്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ് ബോൺ അപ്പറ്റിറ്റ് യുവർ മജസ്റ്റി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കൊറിയൻ ഭാഷ കൂടാതെ ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ലയൺസ്ഗേറ്റ് പ്ലേ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ഒരു ജർമ്മൻ മൂവിയാണ് വുഡ് വാക്കേഴ്സ് എന്ന് പറഞ്ഞ സിനിമ. ജർമ്മൻ ഭാഷ കൂടാതെ ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് തെലുങ്ക് ഭാഷകളായിട്ടാണ് ഈ ഒരു സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ലയൺസ്ഗേറ്റ് പ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളുടെ സീരീസുകളുമാണ് ആഗസ്റ്റ് മാസം 18-ാം തീയതി മുതൽ 24-ാം തീയതി വരെ, അതായത് ഇന്ന് വരെ OTT റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ കണ്ട സിനിമകളുടെയും സീരീസുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.